ഗൈസ്, നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ നേരം നിങ്ങളുടെ ഫോൺ ലാഗ് അടിച്ച് ഫ്രീ ഫയർ കളിക്കാൻ പറ്റാത്ത രീതിയിലാവാറുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മൊത്തമായിട്ടും കണ്ടോ? കാരണം ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ലാഗ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് പറയാൻ പോകുന്നത്. ഇത് ചെയ്യുന്നതോടെ നിങ്ങളുടെ ലാഗ് അത്യാവശ്യം നല്ലോണം കുറഞ്ഞു കിട്ടും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയോ, എന്നിട്ട് കമന്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പ് ഒരു സെറ്റിംഗ് ആണ്. ഇത് ഓണാക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിലോട്ട് തന്നെ വരിക. സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിൽ ഇവിടെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഹൈ FPS എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നിങ്ങളുടെ ഫോണിൽ നോർമലായി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹൈ ആക്കി കൊടുക്കുക. കാരണം അത് ഹൈ ആക്കി ഇട്ടാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു FPS കിട്ടും. ഇതാണ് നോർമലും ഹൈയും തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ നോർമലത് കുറച്ചും കൂടെ ലാഗ് ഉണ്ട്, ഹൈക്കകത്ത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് റൺ ആവുന്നുണ്ട് ഗൈസ്. പിന്നെ അത് ഹൈ ആക്കി ഇടുന്നതിൻ്റെ കൂടെ വേറെ ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ ഓവർ ഹീറ്റ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എൻഹാൻസ്ഡ് എന്ന് പറയുന്ന നടുക്ക് കിടക്കുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ആക്കി ഇടുക. അതാകുമ്പോൾ ഒരു ബാലൻസ് ആയിട്ട് കിടന്നോളും. സോ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ നമുക്ക് ഇനി നേരെ നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് പോകാം. സോ ഇതൊരു കിടിലൻ ടിപ്പാണ്, നിങ്ങളുടെ ലാഗ് നല്ല കണക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. സോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മുടെ ഡൗൺലോഡ് സെന്റർ എടുക്കുക. ഡൗൺലോഡ് സെന്റർ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടാതെ കിടക്കുന്ന ഫയൽസ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല രീതിക്ക് നിങ്ങളുടെ ലാഗ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് വേണ്ടാതെ ഡൗൺലോഡ് ആയി കിടക്കുന്ന ഫയലൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. നിങ്ങൾ എക്യൂപ്പ് ചെയ്തിട്ടേക്കുന്ന ബണ്ടിൽസും ഗൺ സ്കിൻസ് ഒക്കെ ഒഴിച്ച് ബാക്കിയൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാൻ നോക്കുക മാക്സിമം. നിങ്ങളുടെ കൈ കിടക്കുന്ന കളക്ഷൻ ബാക്ക് മാത്രമേ എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരത്തുള്ളൂ. അല്ല ബാക്കിയുള്ളതിൻ്റെ ഒന്നും ആവശ്യം കാണത്തില്ല. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്തായാലും എടുത്ത് കളയാൻ നോക്കുക. സോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. നിങ്ങളുടെ ഇപ്പോൾ ഒരു ലോ എൻഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡിവൈസിന് കുറച്ചും കൂടെ സ്റ്റോറേജ് കിട്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗെയിമിലത്തെ ലാഗ് മാറി കിട്ടും. സോ എന്തായാലും നിങ്ങൾ മാക്സിമം ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ. നിങ്ങളുടെ ആവശ്യമില്ല കിടക്കുന്ന ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ നമ്മൾ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ്സിലോട്ടൊന്ന് പോകണം. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ റിഫ്രഷ് റേറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. റിഫ്രഷ് റേറ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ സെറ്റിംഗ് വരും. സോ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും സ്റ്റാൻഡേർഡ്, ഹൈ, ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞ 3 ഓപ്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. പിന്നെ അത് നിങ്ങൾക്ക് ഓട്ടോ സെലക്ട് ചില ഫോണിലെ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഓട്ടോ സെലക്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സോ ഓട്ടോ സെലക്ട് ഉണ്ടെങ്കിൽ അത് സെലക്ട് ആക്കി കൊടുക്കുക. സോ നിങ്ങൾക്ക് ഓട്ടോ സെലക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലെങ്കിൽ അത് ഹൈ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ സെലക്ട് ആക്കി കൊടുക്കുക. 120 ഹെഡ്സിന്റെ ഒരു റിഫ്രഷ് റേറ്റ് സംഭവം ഓൺ ആക്കി കൊടുക്കുക. അത് ഓൺ ആക്കിയിട്ട് കളിച്ചാൽ നിങ്ങൾക്ക് സ്മൂത്ത്നെസ് അറിയാൻ വേണ്ടി പറ്റും. നിങ്ങൾ കളിക്കാൻ നേരത്തെ നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനൊക്കെ നല്ല രീതിക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. നല്ലൊരു സ്മൂത്ത് ഗെയിം പ്ലേ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ബട്ട് ഈ ഒരു 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണിനെ അത് വർക്ക് ആവത്തുള്ളൂ. അത് എല്ലാ ഫോണിനും അങ്ങനെ ഇത് കാണണമെന്നില്ല, ചില ഫോണിനെ അത് കാണത്തുള്ളൂ. സോ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗെയിം കളിക്കുന്ന നേരത്തെ മാത്രമേ അത് ഓൺ ആക്കിയിടാവൂ. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാർജ് എല്ലാം തീരാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് ലോ എൻഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അത് കളിക്കാൻ നേരം മാത്രം ഓൺ ആക്കി ഇട്ടാൽ മതി. അല്ല ഇപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ഓട്ടോ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും അത് ഓൺ ആക്കി ഇടാൻ നോക്കുക. കാരണം അതാണ് ഏറ്റവും നല്ലത്. സോ ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ സ്കിപ്പ് അടിച്ച് ഒന്നും കൂടെ കണ്ടോ വീഡിയോ, മനസ്സിലാവാത്തവർ. സോ മനസ്സിലായെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലോട്ട് പോകാം. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടിപ്പ്. ഈ ടിപ്പ് നിങ്ങളുടെ ഫോണിന്റെ ലാഗ് നല്ല കണക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പാണ്. സോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നമ്മുടെ ഈ ഗെയിം കളിക്കാൻ നേരത്തെ നിങ്ങളുടെ ഈ ഫോണിൽ കുറേ ആപ്സ് കിടപ്പുണ്ടായിരിക്കും, സ്റ്റോറേജ് ഒക്കെ ഫുള്ളായി നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആപ്പിൻ്റെ ഒക്കെ ക്യാച്ച് നിങ്ങൾ ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടി നോക്കുക. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ക്ലീനിങ് ആപ്പ് ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങൾക്കത് നിങ്ങളുടെ സ്റ്റോറേജിൽ പോയിട്ട് ആപ്സ് ഒന്നും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കയറി ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ക്യാച്ച് ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഭയങ്കരമായിട്ട് സമയം എടുക്കും. ഈ ഒരു ആപ്പിനകത്ത് നിങ്ങൾക്ക് ഒറ്റ ടാപ്പിൽ നിങ്ങൾക്ക് ആ ഒരു എല്ലാ ആപ്പിൻ്റെ ഇതും ക്ലിയർ ചെയ്ത് കളയാൻ വേണ്ടി പറ്റും. സോ അപ്പോൾ ആപ്പിൻ്റെ പേര് വൺ ടാപ്പ് ക്ലീനർ എന്നാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ഇത് നിങ്ങൾ ഗെയിം കളിക്കാൻ നേരത്തെ നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഗെയിം കളിക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ ഈ ആപ്സിൻ്റെ ഒക്കെ ഡാറ്റ സ്റ്റോറേജ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു കളിക്കുന്ന ഫ്രീ ഫയർ കളിക്കുന്ന സമയത്ത് അത് ലാഗ് അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊരു കാരണമാണ് ലാഗ് അടിക്കാനായിട്ട്. ലാസ്റ്റായിട്ട് ഞാൻ വേണമെങ്കിൽ എനിക്കൊരു ബോണസ് ടിപ്പും കൂടെ പറഞ്ഞു തരാം. സോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കാൻ നേരത്തെ നിങ്ങൾ നിങ്ങളുടെ ഫോണിനകത്ത് വേറൊരു ആപ്സ് ഓൺ ആക്കി ഇടാൻ നോക്കരുത് ഫ്രീ ഫയർ കളിക്കാൻ നേരത്ത്. സോ വേറൊരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആക്കി ഇടുമ്പോൾ നിങ്ങളുടെ ഒരു ഫോൺ ഫ്രീ ഫയർ നിങ്ങൾ കളിക്കുന്നതിൻ്റെ കൂടെ ആ ഒരു ആപ്പ് യൂസ് ആയിക്കൊണ്ടിരിക്കും. സോ അത് നിങ്ങളുടെ ചാർജ് ഒക്കെ പെട്ടെന്ന് തീരാൻ കാരണമാകും. സോ അതുകൊണ്ട് നിങ്ങൾ ഫ്രീ ഫയർ കളിക്കാൻ നേരത്തെ ഫ്രീ ഫയർ മാത്രം ഓൺ ആക്കി ഇടുക. വേറൊരു ആപ്പ് ബാക്ക്ഗ്രൗണ്ടിൽ ഓൺ ആക്കി ഇടല്. അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ മിനിമൈസ് ചെയ്ത് അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഫ്രീ ഫയർ കളിക്കാൻ നോക്കുക. ഓക്കെ, സോ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ എന്നാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ ഗൈസ്. ഒരു കാര്യം പറയാൻ മറന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ.